ആ ലൈബ്രറിയുടെ കോണിൽ പതിവായി ഇരിക്കാറുണ്ടായിരുന്നു ദിയ. ദിയയ്ക്ക് പുസ്തകങ്ങൾ മാത്രമായിരുന്നു ലോകം. അവൾക്ക് ആളുകളുമായി സംസാരിക്കാൻ അധികം ഇഷ്ടമില്ലായിരുന്നു. ഓരോ കഥയും അവൾക്ക് സ്വന്തം ജീവിതമായി തോന്നും. ഒരു ദിവസം അവൾ ഒരു പഴയ നോവലെടുത്തു. പുസ്തകത്തിന്റെ പേജുകൾ അല്പം പഴകിയിരുന്നു. അവളത് തുറന്നപ്പോൾ ഒരു ചെറിയ കുറിപ്പകത്ത് വീണു. ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക്, നിനക്കിതിഷ്ടപ്പെട്ടാൽ പേജ് 45 നോക്കൂ. ദിയയ്ക്ക് കൗതുകം തോന്നി. അവൾ പേജ് 45 തുറന്നു. അവിടെ മറ്റൊരു കുറിപ്പ്. നീ ഇവിടെ എത്തിയാൽ നീ ക്യൂറിയസ് ആണെന്നെനിക്ക് മനസ്സിലായി. നിന്റെ പേരെഴുതാമോ? ദിയ ചിരിച്ചു. അവളൊരു പേനയെടുത്ത് എഴുതിച്ചു, ദിയ. അടുത്ത ദിവസം അവൾ വീണ്ടും അതേ പുസ്തകം തുറന്നു. അവിടെ ഒരു പുതിയ കുറിപ്പ്. ഹായ് ദിയ, ഞാൻ ആരഫ്. നിനക്ക് കഥകൾ ഇഷ്ടമാണോ? ദിയയുടെ ഹൃദയം അല്പം സന്തോഷത്തോടെ നിറഞ്ഞു. അവൾ മറുപടി എഴുതി, അതെ, കഥകൾ എന്റെ ജീവിതമാണ്. അവിടെ നിന്നാണ് അവരുടെ അന്യമായ സംഭാഷണം ആരംഭിച്ചത്. ഓരോ ദിവസവും അവർ പുസ്തകത്തിനുള്ളിൽ കുറിപ്പുകൾ എഴുതി. നിനക്ക് പ്രണയകഥകൾ ഇഷ്ടമാണോ? അതെ, പക്ഷേ റിയൽ ലൈഫിൽ അത്ര വിശ്വാസമില്ല. എന്തുകൊണ്ട്? കാരണം അത് എല്ലായ്പ്പോഴും ഹാപ്പി എൻഡിംഗ് അല്ല. ആരവെഴുതി, എല്ലാ കഥകളും ഹാപ്പി എൻഡിംഗ് ആകേണ്ടതില്ല, പക്ഷെ ചിലത് റിയലാകും. ദിവസങ്ങൾ കടന്നു. ദിയയ്ക്ക് ഓരോ ദിവസവും ലൈബ്രറിയിലേക്ക് പോകാനുള്ള കാരണം അതായിരുന്നു, ആ കുറിപ്പുകൾ. ഒരു ദിവസം ആരവെഴുതി, നമ്മൾ ഒരിക്കൽ നേരിൽ കാണാമോ? ദിയ നിശബ്ദമായി. അവൾക്കല്പം ഭയം. പക്ഷെ അവൾ എഴുതി, ശരി, നാളെ ലൈബ്രറിയിൽ 4 മണിക്ക്. അടുത്ത ദിവസം ദിയ സമയത്തെത്തി. അവൾ കാത്തുനിന്നു. സമയം കടന്നു. പക്ഷെ ആരവ് വന്നില്ല. അവളുടെ ഹൃദയം അല്പം തകർന്നു. അവൾ പുസ്തകം തുറന്നു. അവിടെ ഒരു പുതിയ കുറിപ്പ്. സോറി ദിയ, ഞാനിന്ന് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ്. ദിയ ചിന്തിച്ചു. പിന്നെ എഴുതി, ശരി, നാളെ വീണ്ടും. അടുത്ത ദിവസം അവൾ വീണ്ടും കാത്തുനിന്നു. എക്സ്ക്യൂസ് മീ, ദിയ? അവൾ തിരിഞ്ഞുനോക്കി. ഒരു സാധാരണ യുവാവ്, മുഖത്തൊരു നെർവസ് പുഞ്ചിരി. ഞാൻ ആരവ്. ദിയയുടെ ഹൃദയം വേഗത്തിൽ തട്ടിത്തുടങ്ങി. നീ? അതെ, ഞാൻ കുറച്ച് ഷൈയാണ്. അതുകൊണ്ട് യെസ്റ്റർഡേ വരാൻ ധൈര്യമില്ല, അവൻ പറഞ്ഞു. ദിയ ചിരിച്ചു. നമ്മൾ രണ്ടുപേരും ഷൈയാണ്, അവൾ പറഞ്ഞു. അവരൊരുമിച്ചിരുന്നു. നിനക്ക് പുസ്തകങ്ങൾ ഇഷ്ടമാണോ? അവൻ ചോദിച്ചു. ഇനി കൂടുതൽ, അവൾ പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം അതിൽ നിന്നാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത്, അവൾ പറഞ്ഞു. ആരവിന്റെ കണ്ണുകൾ സന്തോഷം. ദിവസങ്ങൾ കടന്നു. അവരുടെ സംഭാഷണം പുസ്തകത്തിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് മാറി. ഒരു ദിവസം ആരഫ് പറഞ്ഞു, ദിയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ നിശബ്ദമായി. പക്ഷെ ഇപ്രാവശ്യം അവൾക്ക് ഭയമില്ലായിരുന്നു. ഞാനും, അവൾ പറഞ്ഞു. ലൈബ്രറിയുടെ ആ ശാന്തമായ കോണിൽ ആരംഭിച്ച കൊച്ചി നഗരം. മഴയുടെ കാലം. റോഡുകൾ മുഴുവൻ നനഞ്ഞു. കാറ്റ് തണുത്തു വീശുന്നു. ആ മഴയുടെ നടുവിൽ ഒരു ചെറിയ ബുക്ക് സ്റ്റോറിന്റെ അകത്ത് നിന്നുകൊണ്ടിരുന്നു ശ്രേയ. പുസ്തകങ്ങൾ അവൾക്കൊരഭയം പോലെ. ജീവിതത്തിലെ വേദനകൾ മറക്കാൻ അവൾ ഇവിടെ എത്താറുണ്ട്. ഒരു ദിവസം അവൾ ഒരു നോവലെടുത്തു. അതേസമയം മറ്റൊരാൾക്കും അതേ പുസ്തകം എടുക്കാൻ ശ്രമിച്ചു. അവരുടെ കൈകൾ ഒരേ സമയം പുസ്തകത്തിൽ സ്പർശിച്ചു. സോറി, ഒരാൾ പറഞ്ഞു. ശ്രേയ തലയുയർത്തി നോക്കി. അത് അദ്വൈതായിരുന്നു. നീ എടുക്കൂ, അവൾ പറഞ്ഞു. ഇല്ല, നിനക്ക് തന്നെ വേണം, അവൻ പറഞ്ഞു. അവൾ ചെറുതായി ചിരിച്ചു. നമുക്ക് ഷെയർ ചെയ്യാലോ? അവൻ ചിരിച്ചു. അതും ഒരു ഐഡിയ ആണ്. അവിടെ നിന്നാണ് അവരുടെ പരിചയം ആരംഭിച്ചത്. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. അതേ ബുക്ക് സ്റ്റോറിൽ. പുസ്തകങ്ങൾ അവരുടെ സംഭാഷണത്തിന് കാരണമായി. നിനക്ക് ഏത് ടൈപ്പ് സ്റ്റോറീസാണ് ഇഷ്ടം? അദ്വൈത് ചോദിച്ചു. പ്രണയകഥകൾ, പക്ഷേ സാഡ് എൻഡിംഗ് ഇല്ലാത്തത്, ശ്രേയ പറഞ്ഞു. എനിക്ക് സാഡ് സ്റ്റോറീസ് ഇഷ്ടമാണ്. അത് റിയൽ ആയിരിക്കും, അവൻ പറഞ്ഞു. എനിക്ക് റിയൽ ലൈഫിൽ ഇനഫ് സാഡ്നെസ് ഉണ്ട്, അവൾ ചിരിച്ചു പറഞ്ഞു. ആ വാക്കുകൾ അവന്റെ മനസ്സിൽ പതിഞ്ഞു. ദിവസങ്ങൾ കടന്നു. അവരൊരുമിച്ച് പുസ്തകങ്ങൾ വായിച്ചു, ചർച്ച ചെയ്തു, ചിരിച്ചു. ഒരു ദിവസം മഴ ശക്തമായി പെയ്യുമ്പോൾ അവർ ബുക്ക് സ്റ്റോറിന്റെ പുറത്തേക്ക് നിന്നു. നിനക്ക് മഴ ഇഷ്ടമാണോ? അദ്വൈത് ചോദിച്ചു. ഇഷ്ടമാണ്, പക്ഷേ ഒരു ഓർമ്മ കാരണം ഞാനതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അവൾ പറഞ്ഞു. എന്താണ് ആ ഓർമ്മ? അവൾ കുറച്ചു സമയം നിശബ്ദമായി. ഞാനൊരിക്കൽ ഒരാളെ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ മഴയിൽ ഒരുമിച്ച് നടക്കുമായിരുന്നു. പക്ഷെ അവനെന്നെ വിട്ടുപോയി, അവൾ പറഞ്ഞു. അദ്വൈത് നിശബ്ദമായി. അതുകൊണ്ട് ഞാനിനി പ്രണയത്തിൽ വിശ്വാസമില്ല, അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, എല്ലാ കഥകളും ഒരുപോലെ അവസാനിക്കില്ല.
ചിലത് വീണ്ടും തുടങ്ങും. അവൾ അവനെ നോക്കി. നിനക്കതിൽ വിശ്വാസമുണ്ടോ? അതെ, കാരണം ഞാനിപ്പോൾ ഒരു പുതിയ കഥയിലാണ്, അവൻ പറഞ്ഞു. അവൾക്കൊരു ചെറിയ ചിരി. ദിവസങ്ങൾ കടന്നു. അദ്വൈതിന്റെ സാന്നിധ്യം ശ്രേയയുടെ മനസ്സിനെ ധീരെ ധീരെ മാറ്റി. ഒരു ദിവസം അവൾ ചോദിച്ചു, നമ്മളൊരു സ്റ്റോറിയായി മാറുമോ? അവൻ ചിരിച്ചു. നമ്മൾ ഇതിനകം ഒരു സ്റ്റോറിയാണ്. മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം അദ്വൈത് പറഞ്ഞു, ശ്രേയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ നിശബ്ദമായി. മഴത്തുള്ളികൾ അവളുടെ മുഖത്ത് വീണു. എനിക്ക് വീണ്ടും വിശ്വാസമുണ്ടാകുമോ? അവൾ ചോദിച്ചു. അദ്വൈത് അവളുടെ കൈ പിടിച്ചു. ഞാൻ നിന്നെ വിശ്വസിക്കാൻ ഫോഴ്സ് ചെയ്യില്ല, പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാകും. അവളുടെ കണ്ണുകളിൽ കണ്ണീർ. ഞാനും നിന്നെ സ്നേഹിക്കുന്നു, അവൾ പറഞ്ഞു. മഴ ശക്തമായി. ഇപ്രാവശ്യം ശ്രേയയ്ക്കത് വേദനയായിരുന്നില്ല, അത് സന്തോഷമായിരുന്നു. മഴയിൽ നഷ്ടപ്പെട്ട ആ പ്രണയം